ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. ജനുവരി 2024 നടക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്ന് നിങ്ങൾ എല്ലാവരും അറിയാം. മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ പ്രിപ്പറേഷൻ ഇല്ലാതെ നേടിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുമാണ് നമ്മളുടെ സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇപ്പോൾ ജനറൽ പേപ്പറിൻ്റേതാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഏരിയാസ് ഒക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് കൂടാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ്സിന് 100 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇത്തവണത്തെ നമ്മൾ ലൈവ് സെക്ഷൻ നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു 5 ക്ലാസ്സാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ 5 ക്ലാസ്സിൽ തന്നെ നിൽക്കണം എന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന ഏരിയകൾ വളരെ വൈഡായിട്ടുള്ള ഏരിയകൾ തന്നെയാണ്. ഫിലോസഫി, കറണ്ട് അഫയേഴ്സ്, കൾച്ചർ, പ്രോഗ്രാംസ് ഓഫ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ദെൻ സൈക്കോളജി, ബേസിക് ഐഡിയ, ഓരോ തിയറിയും ആരുടേതാണ്, ഒരു തിയറിയും ഏത് കാറ്റഗറിയിൽ വരുന്നു, അങ്ങനെയുള്ള ബേസിക് ഐഡിയ, ദെൻ ഇൻ്റലിജൻസ് തിയറി, മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി, ലേണിംഗ് ഡിസബിലിറ്റി, ഇവാലുവേഷൻ, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ, ദെൻ അതോടൊപ്പം നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ ക്ലാസ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ നമ്മുടെ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇത്രയും കാര്യങ്ങളാണ്. അതായത് പ്രീവിയസ് ഇയറിൽ ഇപ്പോൾ നമുക്കറിയാം പേപ്പർ 1ൻ്റെ ഇപ്പോൾ എവിടുന്ന് ക്വസ്റ്റൻസ് വരുമെന്നൊന്നും അത്ര നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല പേപ്പർ 1ൻ്റെ ക്വസ്റ്റൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വൈഡായിട്ട് തന്നെ നമുക്ക് പഠിച്ചെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ നമ്മളിപ്പോൾ നോക്കിയെടുത്ത് നമുക്ക് ഈ ഏരിയയൊക്കെ വരും എന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ പിന്നെയും നമുക്ക് നിരന്തരം ചോദിക്കുന്ന ഏരിയകളെ മാത്രമാണ് നമ്മൾ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെയും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏരിയകൾ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കേസിലൊന്നും, ഏരിയാസിൻ്റെ കേസിലൊന്നും നമുക്ക് ICT ഒന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല നമുക്ക് എവിടുന്ന് എന്നതൊക്കെ വരും എന്നുള്ളതൊന്നും. നമുക്ക് സമയമുണ്ടെങ്കിൽ ICTയിൽ നിന്നും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും, ദെൻ മാത്തമാറ്റിക്സ് വേണമെങ്കിൽ നമുക്ക് കണ്ടുവെക്കാൻ അത്യാവശ്യം നമുക്ക് പറ്റുന്ന ഏരിയയൊക്കെ തന്നെയാണ്. അപ്പോൾ ഏരിയയും കൂടെ വേണമെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് ഇപ്പോൾ 3 മണിക്കൂറാണ് നമ്മളൊരു ക്ലാസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ സമയത്തിനുള്ളിൽ തീരുന്ന രീതിയിലാണ് മാക്സിമം നോക്കുന്നത്. നമുക്കറിയാം നമ്മൾ വെറുതെ തീർത്തിട്ടല്ല, നമ്മൾ ആ എക്സാമിന് ആ ഒരു ഏരിയയിൽ വരുന്ന ആ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ദെൻ ആർക്കെങ്കിലും നമ്മുടെ ലൈവ് സെക്ഷനിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു 100 റുപ്പിയാണ് ഒരു ക്ലാസ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ദെൻ അഡീഷണൽ ആയിട്ട് അതായത് നമ്മൾ 5 ക്ലാസ്സാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിലും ചിലപ്പം അതിൽ 1-2 ക്ലാസ്സസ് വീണ്ടും മുൻപോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ഓരോ ഏരിയാസും ഓരോ ദിവസവും ക്ലാസ്സുകൾ വരുന്ന ഏരിയാസ് പറയും. ഇപ്പോൾ ഫിലോസഫിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഫിലോസഫിയും കോൺസ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്തവർക്ക് വേണ്ടി വരത്തില്ല. ദെൻ അല്ലാത്ത ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ആ സമയത്താണെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ദെൻ മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. താങ്ക് ഫോർ വാച്ചിങ്.